സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കുന്നതായി ആരോപിച്ച് KSKTUവിന്റെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ വില്ലേജ് ഓഫീസ് പടിക്കൽ പ്രതിഷേധധർണ നടത്തി. KSKTU സംസ്ഥാന വ്യാപകമായി വില്ലേജ് ഓഫീസുകൾക്ക് മുമ്പിൽ നടത്തിയ പ്രതിഷേധധർണയുടെയും മാർച്ചിന്റെ ഭാഗമായാണ് ഏറ്റുമാനൂർ വില്ലേജ് ഓഫീസ് പടിക്കൽ ധർണ നടത്തിയത്. CP നേതാവ് ES ബിജു ധർണ ഉദ്ഘാടനം ചെയ്തു. 62 ലക്ഷം ആളുകൾക്കാണ് ഇന്ന് കേരളത്തിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റാണ് പെൻഷൻ കൃത്യമായും അതിന് അർഹതയുള്ള മുഴുവൻ ആളുകൾക്കും സമയബന്ധിതമായി ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ആളുകൾ അവർക്ക് പെൻഷൻ വീടുകളിൽ എത്തിച്ചു കൊടുക്കാനുള്ള സമീപനം സ്വീകരിച്ച് കേരളത്തിലെ 100 കണക്കിന് വരുന്ന സഹകരണ സ്ഥാപനങ്ങൾ വഴി, സഹകരണ ബാങ്കുകൾ വഴി അവിടുത്തെ ജീവനക്കാരെ ഉപയോഗപ്പെടുത്തി ആ പാവപ്പെട്ട ആളുകൾക്ക്, മറ്റ് നിർവാഹമില്ലാതെ നിരാലംബരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ പെൻഷൻ, അവരുടെ അവകാശമായിട്ടുള്ള പെൻഷൻ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചത്. നമുക്കറിയാം, തുച്ഛമായിട്ടുള്ള ഒരു സംഖ്യ പെൻഷൻ ആരംഭിച്ച കേരള സംസ്ഥാനത്ത് ഇന്ന് 2000 രൂപ ഒരാൾക്ക് ഒരു മാസം പെൻഷൻ കിട്ടുന്ന സംസ്ഥാനമാക്കി മാറ്റിയെടുത്തത് നിർണായകമായിട്ടുള്ള ഇടപെടൽ നടത്തിയത് കേരളത്തിലെ ഇടതുപക്ഷ മതനിരപേക്ഷ ഗവൺമെന്റാണ്. CP നേതാക്കളായ MD വർക്കി, ശ്രീനി, കേരള വ്യാപാര വ്യവസായ സമിതി ഏരിയ സെക്രട്ടറി MK സുഗതൻ തുടങ്ങിയവർ പ്രസംഗിച്ചു.